നിങ്ങൾക്ക് എന്താ വേണോന്ന് പറഞ്ഞേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുങ്കുമപ്പൂ. ആ അതാണ്. അത് ഫസ്റ്റ് ക്വാളിറ്റി വേണോ സെക്കൻഡ് ക്വാളിറ്റി വേണോ? ഈ കാശ്മീരിലെ ചരക്ക് വേണോ ഫ്രാൻസിന്റെ വേണോ? ഭായ് ചോദിച്ചിട്ടില്ലേ? വൈറ്റ് കുങ്കുമപ്പൂ. വൈറ്റോ? വൈറ്റ് എന്ന് വെച്ചാ വെളുത്തത്. ഭായ് വെളുത്ത കുങ്കുമപ്പൂ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഇത് ഇവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്. ഇയാളുടെ കൂടെ ചെന്നാ വാങ്ങിച്ചു തരും. ഈ ഹലാക്ക് പിടിച്ച സാധനത്തിന്റെ പേര് നമ്മുടെ കാതിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ പടച്ചോലിക്ക് നിരക്കാത്ത കച്ചവടം തെരുവിൽ നടത്തുന്നത് ആരാണ് കൃഷ്ണ? അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയാനും വയ്യ. ഇവിടെ എവിടെ കിട്ടുമെന്നാ പറഞ്ഞത്? ഈ തെരുവിലെവിടെ കിട്ടുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വന്നു കയറുന്ന ആളുകളെ സൽക്കരിച്ചേ നമുക്ക് ശീലമുള്ളു. അതുകൊണ്ട് പൊയ്ക്കോളി. കൃഷ്ണ, ഇമാതിരി അറാം പറഞ്ഞ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ അന്റെ മയത്തി അറബിക്കടലായിരിക്കും. അത് ശരി. അപ്പൊ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റേ മരുന്നല്ലേ? പിന്നെ എന്ത് വിചാരിച്ച്? ഒന്നും വിചാരിച്ചില്ല. അല്ല സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്ത് വിചാരിച്ച ഈ കറുത്ത പൂവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോ കൂടുതൽ സ്റ്റാമിന കിട്ടാനുള്ള ഒരു മരുന്ന് ഇയാൾ വാങ്ങി തരാന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് കലാതിലകം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ശരി. ഓട്ടോ ഓട്ടോ പ്ലീസ്. എവന്റെ കൂടെ നടന്നാലേ നിങ്ങൾ തിലകമായി പോ. മനസ്സിലായില്ലേ? ഗോപി ഗോപി ചെല്ല വീടിലേക്ക് പൊക്കോ. പൊക്കോ. കേറിക്കോ. എവിടെ കേറുന്നു? നീ പോവാൻ പറ്റേ. നീയുമായിട്ട് എനിക്ക് അല്പം ഇടപാടുണ്ട്. കുങ്കുമപ്പൂ, ട്രിപ്പ്, പഫ്, പാവപ്പെട്ട പെൺകുട്ടികളെ നീ വഴിതെറ്റിക്കോ അല്ലേടാ? അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയോ? എന്നെ ഒന്ന് രക്ഷിക്കണ. ഒരു വന്യജീവി എന്നെ ആക്രമിക്കണ. അയ്യോ ചെയ്യല്ലേ. കുങ്കുമം പോയില്ല. എനിക്ക് ചെമ്പരത്തി പൂ ഞാൻ വാങ്ങിച്ചത്. അതെ, നമുക്ക് എന്താ എന്താ പ്രശ്നം? എന്താ ഫ്രണ്ടിന്റെ ഫ്യൂണറൽ എന്താ മനസ്സിലായില്ല? കൃഷ്ണൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കാൻ എന്നെ രക്ഷിക്കാൻ നോക്കണം. രാജു, ഇവന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്ക്. വേണ്ട, ഇവനെ അടക്കം ചെയ്യണ്ട. ഇവനെ നമുക്ക് തന്തൂരി ഫ്രൈ ചെയ്തില്ല. അത് വേണ്ട, ഇവനെ നമുക്ക് വൈദ്യശാലക്കാർക്ക് കൊടുക്കാൻ, രസായനം ഉണ്ടാക്കാൻ. അതും വേണ്ട, നമുക്ക് ഇവനെ വെള്ളത്തിൽ മുക്കി കൊല്ലാം. നമുക്ക് ഇവന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാലോ? വേണ്ട, കറുത്തു. എന്താ ആസിഡ്? ഒന്നും വേണ്ട, ഇവന്റെ തല മുട്ട അടിക്കാം. இந்த இரும்பு இருந்தா பிரேதம் ஒன்னும் செய்யல. ഇന്ന് ഈ പ്രേതത്തിന്റെ അന്ത്യം. നിന്നെ ഈ പരിസരത്ത് കണ്ടുവരുന്നെന്ന് പറഞ്ഞതല്ലേ? ഈ അവസ്ഥയിൽ ഞാൻ നാട്ടിൽ ചെന്ന് എന്നാരും തിരിച്ചറിയാം. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പ്ലീസ്, എനിക്കും കൂടി ഒരു ജോലി. ഞങ്ങളുടെ മാനേജറായിട്ട് ജോലി ചെയ്യാമോ? ആഹാ, നീയായിരുന്നോ? തല്ലു കൊടുത്താലും പോവില്ലെന്ന് പറഞ്ഞ ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും കേട്ടാ. നിങ്ങൾ എല്ലാവരും കൂടെ അവന് തലമുട്ട അടിച്ചത്. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നീ ഇവിടെ നിന്ന് കേട്ടോ. താങ്ക്സ്. നിൽക്കുന്നൊക്കെ കൊള്ളാം. ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. അവരെ സ്വന്തം സഹോദരിയായിട്ടേ കാണാവൂ. കാണാം. താങ്ക്സ്. ഹലോ, തീപ്പെട്ടി ഉണ്ടോ? ഓർഡർ പ്ലീസ് സർ. നിങ്ങളുടെ ചീഫ് കുക്കിനെ ഒന്ന് വിളിക്കണമല്ലോ. ചീഫ് കുക്ക് ഇപ്പൊ വിളിക്കാം സർ. സെക്കൻഡ് ഷോ കഴിയുന്നതിന് മുമ്പേ എല്ലാം തീർക്കണോന്നാ. നേരത്തേക്കല്ലേ? പിന്നല്ലാതെ ഒന്നും ബാക്കി വെക്കണമെന്നല്ലേ മോളിന്ന് പറഞ്ഞേക്കണ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ബോംബെ കൃഷ്ണകുമാർ. പാചക കോഴ്സിൽ LLB എടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും ഇതേപോലെ നേരിട്ട് എന്നെ വിളിച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. എനിക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാം. തായ്, കൊറിയൻ, ഇറ്റാലിയൻ എല്ലാം അറിയാം. സാറിന് എന്താ വേണ്ടത്? വെടിയിറച്ചി കിട്ടോ? വെടിയോ? മാനിറച്ചി. അയ്യോ, കാട്ടുമൃഗങ്ങളെ കൊല്ലുന്ന കുറ്റകരമല്ലേ സാർ? എന്നാ ഒരു പ്ലേറ്റ് പന്നിയിറച്ചി എടുത്തോ. അതെ, ഇവിടെ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. കുറച്ചു പേർക്ക് ഹറാമായതുകൊണ്ട് ഞങ്ങൾ അത് സെർവ് ചെയ്യാറില്ല. എന്നാ ഇവിടുന്ന് പന്നിയിറച്ചി കഴിച്ചിട്ടേ പോകൂ, പന്നിയുടെ മോനെ. അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ സാർ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ വിടിചേട്ടാ, ഞാൻ മാത്രമല്ല, ഇവിടെ സ്മാർട്ടായിട്ട് ഒരുപാട് പിള്ളേഴ്സ് ഉണ്ട്. അവര് പെരുമാറുവേ. വந்தாச்சு.
രവിക്കുഞ്ഞിന് എത്ര കോട്ട് വേണം? കോട്ടല്ല ചേട്ടാ, കോട്ട. അറിയാം, കോട്ടായുടെ പുതിയ വെർഷനാണ് കോട്ട്. ഓ. ഇതിനൊന്നും കമ്മീഷണറെ അസിസ്റ്റന്റിനെ ഒന്നും താങ്ങേണ്ട ഒരു കാര്യമില്ല. ഏത് ബ്രാൻഡ് വേണം? വിസ്കി, ബ്രാൻഡി, റാം, എപ്പ ബ്ലെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ മതി. ഇതയിൽ ആൽക്കഹോൾ ക്യാൻ ബി കൺവേർട്ടഡ് ടു മീഥൈൽ ആൽക്കഹോൾ അണ്ടർ സർട്ടൻ പ്രഷർ. ഫോർ എക്സാമ്പിൾ, അടങ്ങ് വാസു, ആവേശം കുറയ്ക്കേ. വാസുവിന്റെ ടാലന്റ് തെളിയിക്കാനുള്ള ഒരു സമയം സമാഗതമായി എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇപ്പോൾ ഒഴിക്കാലോ? കിണ, ജി നാളെ നീ ആ AC അവസാനമായി ഒന്നുകൂടെ കാണണം. ജി നമുക്ക് സാങ്ഷനായ കോട്ട അയാൾ തടയേണ്ട ഒരു കാര്യവുമില്ല. കിണ്ണനല്ല, ഇനി രവിക്കുഞ്ഞ് തന്നെ നേരിട്ട് എന്ന് ചോദിച്ചാലും അയാൾ കോട്ട് മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കും. ഷായെ ലേലത്തിൽ മലർത്തിയടിച്ചതിന്റെ പക ആ തുരപ്പൻ കമ്മീഷണർ മറക്കുമെന്നാണോ വിചാരം? അല്ല ജി, അയാൾക്കിട്ട് 2 പൊട്ടിച്ചാലോ? തലയിരിക്കുമ്പോ വാലാടില്ല. എന്തായാലും കിണ്ണനൊന്ന് പോയി വരട്ടെ. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിക്കാം. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാല് വസു, ഒരാഴ്ച തട്ടുംപുറം ബാറിൽ വിളമ്പാനുള്ള മദ്യം ബ്ലെൻഡ് ചെയ്യാൻ വാസുവിന് എന്തൊക്കെ സാമഗ്രികൾ വേണ്ടിവരും? സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ശരി. അതെ, സീമമധ്യ പാചകത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചേട്ടൻ നോട്ട്ബുക്കിൽ കുറിച്ചിട്ടിരിക്കുക. അത് പോയി എടുത്തോണ്ട് വന്നാലോ? എന്തിന്? എല്ലാ കോമ്പിനേഷൻസും എനിക്ക് മനഃപ്പാടമാണ്. ഇനിയാ ദാ പിടിച്ചോ, തികച്ചും പുതിയൊരു ബ്രാൻഡിന്റെ ചേരുവകൾ. 140 ഡിഗ്രി സ്പിരിറ്റ് 10 ബാരൽ, പഞ്ചസാര 1 ക്വിന്റൽ, കൊക്കോ കോള 10 കേസ്, ഒരു 6 കിലോ കണ്ണൻദേവൻ? ബെസ്റ്റ്. കുറച്ച് കപ്പലിന്റെ മുട്ടായിയുടെ പൊട്ടിച്ചിട്ടാലോ? വിവരദോഷി, നമ്മൾ പ്രഥമനല്ല മദ്യപ ഉണ്ടാക്കുന്നത്. മുകളിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. വറവ് കൂടിയാൽ റം, വറവ് കുറഞ്ഞാൽ ബ്രാൻഡി, പിന്നെ ഫുഡ് ഫ്ലേവർ, കാരമൽ കളർ, ന്യൂട്രൽ ആൽക്കഹോൾ, ബ്രാൻഡി, സ്കോച്ച്. നീ എന്താടാ ഡിസ്കവറി ചാനലിൽ നിന്ന് ചാടിപ്പോന്നു? റോഡിലാണോടാ നിന്റെ ഡിസ്കോ? പിടിപ്പടാ. ഒരു ഫോൺ ചെയ്യട്ടോ. ചെയ്തോളൂ. അല്ല, നീ ബാഡി ശരിയാകുന്നത് പോലീസുകാരനെ ഇടിക്കാനാ? അയ്യോ അല്ല, പിന്നെ പോലീസുകാരുടെ എത്ര ഇടി കിട്ടിയാലും എന്റെ ബോഡിയെ ബാധിക്കാതിരിക്കാൻ. അല്ല, ജിയോ ഉള്ളപ്പോ ഒരു പോലീസുകാരനെ എന്നെ ഇടിക്കൂല, അത് വേറെ. തന്നെ? ഹലോ, അതെയോ? ആയിക്കോട്ടെ, വരട്ടെ. വിടാൻ പറ്റില്ലല്ലോ. വിട്ടാൽ ശരിയാകില്ലല്ലോ. ആരാ? ഡ്യൂട്ടിയുടെ പേരിൽ തിളയ്ക്കുന്ന മസിലുകൾ തണുപ്പിക്കാൻ എന്ത് ചെയ്യണം കിണ്ണ? ആപ്കാ മീശ ഊപ്പർ കർ ദോ സാബ്. ഇന്ന് ഏതോ ഒരുത്തന്റെ നെഞ്ച് പുഞ്ചപ്പാടമായത് തന്നെ. വെൽക്കം മിസ്റ്റർ വിഷ്ണു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു തികഞ്ഞ ക്രിമിനൽ എല്ലാം മുൻകൂട്ടി കണ്ടിരിക്കും രവി. മുൻവിധിയോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ ഏർപ്പെട്ടാൽ എങ്ങനെ സത്യം കണ്ടെത്താനാവും? സലീം ഭായിയുടെ മരണത്തിൽ CA മാർട്ടിനോട് വിരോധമുള്ള ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ്. അതുകൊണ്ട് തന്നെ CI മാർട്ടിനെ ഞാൻ വധിക്കില്ല എന്നറിയാനുള്ള സാമാന്യ ബുദ്ധി നിനക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നീ കാണിച്ചത് അതിബുദ്ധി. CA മാർട്ടിനെ കൊല്ലുന്നതിനോടൊപ്പം സ്വന്തം അനുയായിയെ കൂടി വധിച്ചാൽ പോലീസ് നിന്നെ സംശയിക്കില്ല എന്ന് കരുതിയോ? കുറ്റം ചെയ്തവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവന്റെ തലയിൽ കുറ്റം അടിച്ചേൽപ്പിക്കുന്ന പോലീസിന്റെ നാറിയ സ്വഭാവം അത് നിനക്കുണ്ടല്ലേ? നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പോ അറസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നാളെ രാവിലെ ഒരു ഐഡന്റിഫിക്കേഷൻ പേരോടുണ്ട്, നീ അതിന് ഹാജരാവണം. CI മാർട്ടിന്റെ ഭാര്യ? അല്ല, അവരിപ്പോഴും നോർമൽ അല്ല. അവരുടെ കുട്ടി, ആ 7 വയസ്സുള്ള? അതെ. യഥാർത്ഥ സംഭവങ്ങൾ തിരിച്ചറിയാൻ പ്രായമാവാത്ത ആ കുട്ടിക്ക് ചിലപ്പോൾ എന്നെ ചൂണ്ടിക്കാണിക്കാനാവും. ഞാൻ വരില്ല. CI മാർട്ടിന്റെ ഭാര്യയുണ്ടല്ലോ, അവർ നോർമൽ ആകട്ടെ, അവർക്ക് സത്യം പറയാനാവും. വിഷ്ണു, നീ ഞാനും തമ്മിൽ പിരിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. കാലത്തിന്റെ ഒഴുക്കിൽ പലതും അറിയുകയും ഒരുപാട് വളരുകയും ചെയ്തു. ഇന്നും എന്റെ മനസ്സിൽ എന്റെ സഹപാഠിയായ ആ കൊച്ചു വിഷ്ണു തന്നെയാണ് നീ. എന്നിരുന്നാലും എന്നെ അടക്കമുള്ള സാധാരണക്കാരെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് നീ. നിയമവും പരിധിയൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. കോഴിയെക്കട്ടവന്റെ തലയില് പൂട കാണും. അത് പണ്ട് മോനെ വിഷ്ണു. ഇപ്പോഴത്തെ ബ്രോയിലർ കോഴികൾക്ക് പൂട കുറവാ. നീ ചെല്ല്.